ജോഷി, വെരി ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എത്രമാത്രം ഈ ചലച്ചിത്ര മേഖലയിലെ അനാരോഗ്യകരമായ പ്രവണതകൾക്കെതിരെയുള്ള നീക്കമാണ്. ഓർമ്മിക്കണം, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെളിപ്പെടുത്തലുകളിലുള്ള അന്വേഷണമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികളിലുള്ള അന്വേഷണമല്ല. അത് സെപ്റ്റംബർ 10-ാം തീയതിക്ക് ശേഷമാണ്. അതോടൊപ്പം ചലച്ചിത്ര സംവിധായകൻ ഒപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൻ്റെ രാജി, നടൻ AMMയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ രാജി എങ്ങനെ കാണുന്നു? നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള ഒരു കപട ലോകം, അത് കുറേ നാളത്തേക്ക് അതങ്ങനെ നിലനിന്ന് പോകുന്നു എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. അതങ്ങനെ അങ്ങ് പോകും. അതുതന്നെയാണ് മാഫിയയുടെയും കഥ. ഇല്ല എന്ന് പറയുക, അത് ഉണ്ട് എന്ന് നമുക്കറിയാം. പവർ ഗ്രൂപ്പ് എന്നോ മാഫിയോ എന്നോ തിലകഞ്ചേട്ടൻ വിളിച്ച് വിളിക്കാം. അപ്പോൾ അത് കുറേ നാളത്തേക്ക് അതിൻ്റെ രീതികൾ കൊണ്ട് അതിന് പിടിച്ചു നിൽക്കാൻ കഴിയും. അതൊരിക്കൽ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പടപെടാന്ന് പൊട്ടും. അപ്പോൾ ആ പൊട്ടലാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന് മലയാളികൾ പേടിച്ച് കഴിയുന്നു എന്ന് പറയുന്നു. അതിനേക്കാൾ വലിയ പൊട്ടൽ ഇനിയും ഉണ്ടാകും. കാരണം ആ പെൺകുട്ടി പറഞ്ഞ പോലെ, ഞാനൊരു കണ്ണാടി മേടിച്ചു കൊടുക്കാം, അദ്ദേഹം ഒന്ന് കണ്ണാടിയിൽ നോക്കട്ടെ എന്നാണ് പറയുന്നത്. കണ്ണാടി മാത്രമല്ല, അങ്ങനെ കുറേ കണ്ണാടി പ്രതിഷ്ഠകൾ നമുക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. കണ്ണടയും കൂടി മേടിച്ചു കൊടുക്കേണ്ടി വരും. കാരണം കാഴ്ചപ്പാടും കൂടി മാറേണ്ടതുകൊണ്ട് ഇനിയും പടപട എന്ന് പൊട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തു വന്നതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രം അല്ലേ ജോഷി? തീർച്ചയായിട്ടും ഇത് അതെ, അത് മഞ്ഞുമല എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് നമ്മളതിനെ തേടി പോവുകയാണ്. ഇത് നമ്മുടെ മേത്തേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ആവലാൻസ് പോലെ, ഒരു ഹിമപാതം പോലെ മലയാളിയുടെ മനസാക്ഷിക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന രഞ്ജിത്തിന്റെ പ്രതികരണം താങ്കൾ കേട്ടിരുന്നുവല്ലോ, നമ്മളത് പുറത്തുവിട്ടിരുന്നു. രഞ്ജിത്തിന്റെ ആദ്യ പ്രതികരണം ഇതിൽ പകുതി ഭാഗം നുണയാണ്, ആ നുണയെ ഉപയോഗിച്ചുകൊണ്ടാണ് തന്നെ ആക്രമിച്ചിരിക്കുന്നത്, സത്യം പുറത്തുവരും, താനെതിനു വേണ്ടി പോരാടും, പക്ഷേ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജി എന്നാണ്. ജോഷി, അതെ, ഞാനത് കേട്ട ഉടനെ പറഞ്ഞ ഒരു കഥ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ക്ഷമിക്കുക. വിജയൻ മാഷെ, പ്രൊഫസർ MN വിജയൻ തൻ്റെ കൊച്ചുമകനോട് കൊക്കക്കോള കുടിക്കരുത്, അത് പകുതിയും വിഷമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവന് കൊക്കക്കോള കുടിക്കണമെന്ന ആഗ്രഹം. അമ്മയോട് പറഞ്ഞ് അവനൊരു കൊക്കക്കോള മേടിക്കുന്നു. പക്ഷേ കുടിക്കുന്നതിന് മുമ്പ് അതിൽ പകുതി അവൻ വഴിയോരത്ത് കമത്തി കളയുന്നു, ഒഴിച്ചു കളയുന്നു. അപ്പോൾ വിജയൻ മാഷ് ചോദിക്കുന്നു, മോനെ എന്താണ് ഈ പകുതി ഒഴിച്ചു കളയുന്നത്? ആ മുത്തച്ഛനല്ലേ പറഞ്ഞത് പകുതി വിഷമാണെന്ന്. അപ്പോൾ ഇതിൽ ഏത് പകുതി ആണ് സത്യം, ശരി എന്നാണ് രഞ്ജിത്ത് പറയുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ തന്നെ ഒരു വളരെ സെലക്റ്റീവായിട്ടുള്ള ഓർമ്മയാണ്. ചില കാര്യങ്ങൾ മറക്കണം എന്നും അദ്ദേഹം ഓർക്കുന്നു. അപ്പോൾ ഞാൻ എനിക്ക് കേട്ടിട്ട് ഇങ്ങനെയുള്ള ചില കഥകൾ പറയുകയാണ് ഇഷ്ടം എന്ന് തോന്നി. കാരണം ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്ന നൈതികമായിട്ടുള്ള പറയൂ അല്ല, ഇതിനു മുമ്പ് നമ്മൾ ഇതിനൊരു സംവാദത്തിൻ്റെ ലെവലിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ വോയിസ് ക്ലിപ്പ് കണ്ടതിന് ശേഷം ഇതിന് ഞാനും ഒരു തന്ത്രപരമായ നിയമപരമായ ഒരു കണ്ണിലൂടെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇത് ഇദ്ദേഹം തന്നെ വഷളാക്കുന്ന ഒരു കാര്യമാണ്. ഒരു സോറിയിൽ തീരാവുന്നേ എന്നാണ് ഇന്നലെ വരെ നിങ്ങളുടെ ചാനലിന് തന്ന അഭിമുഖത്തിൽ ശ്രീലേഖ പറഞ്ഞത്. അത് കഴിഞ്ഞു, ഇനി നമുക്ക് നിയമപരമായ പോരാട്ടം, സത്യം കാണാം എന്നാണല്ലോ പറയുന്നത്. ശരി, സത്യം കാണാം. ജോഷി, ഇന്ന് അതോടൊപ്പം തന്നെ MLAയും നടനുമായ മുകേഷിനെതിരെയുള്ള ആരോപണം 6 വർഷത്തിന് ശേഷം വീണ്ടും ഉയിർപ്പ് ഉണ്ടായി. ടെസ് ജോസഫ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ആരോപണം ഉന്നയിച്ചു. രഞ്ജിത്ത് രാജിവെച്ചു, AMMA ജനറൽ സെക്രട്ടറി രാജിവെച്ചു. മുകേഷിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം? അങ്ങനെ ഒരു ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിൽ ജോഷി, അദ്ദേഹം ഒരു MLA ആണല്ലോ. എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് കോടതിയിൽ കൊള്ളാവുന്നൊരു കാര്യമാണ്. ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരുന്നതല്ലല്ലോ. ഈ ഒരു ആരോപണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്. എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഇത്രയും ബാലിശം എന്ന വാക്കാണ് അദ്ദേഹമാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടൊക്കെ വളരെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ മൊത്തം ഒരു ബാലിശത കാണുന്നു. അത് മാത്രമല്ല, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ധന്യയിലേക്ക് വരാം. ധന്യക്കെതിരെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഒരു ചലച്ചിത്ര പ്രവർത്തക ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ബാലിശമാണ് എന്ന തോന്നൽ പോലും, ആ കാഴ്ചപ്പാട് പോലും ഇപ്പോൾ ആ MLA വിട്ടകന്നിട്ടില്ല എന്നുള്ളതാണ്.